ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യമിറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. പാവം പറയുകയാണ്, രോഗിയാണ്, അവശനാണ്, തനിയെ ഒന്ന് നീങ്ങാൻ പറ്റുകയില്ല. എത്ര വർഷം? 38 വർഷം. അയ്യോ, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. 38 വർഷം ഈ അനാഥസ്ഥിതിയിൽ അവൻ കിടക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതത് സമയത്ത് ദൂതൻ വന്നൊരു വെള്ളം കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾക്ക് രോഗസൗഖ്യം കിട്ടും. അങ്ങനെ രോഗികൾ തങ്ങളുടെ തമ്പടിച്ചോടെ കിടക്കുന്നുണ്ട്. അനേകർ ആദ്യം ഇറങ്ങാൻ കാത്തു കിടക്കുകയാണ്. ഒരാൾ വരുമ്പോഴേക്കും അടുത്തയാൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഒരു വലിയൊരു മത്സരമാണ് അവിടെ. ആരെങ്കിലുമൊക്കെ സഹായിച്ചാലേ ഈ രോഗികൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. ഇവൻ നോക്കുമ്പോൾ ഇവൻ ചെല്ലുമ്പോഴേക്കും വേറെ ആരെങ്കിലും അവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. കർത്താവ് അത് കണ്ടു. ഇത്രയും കാലമായി 38 ആണ്ടായിട്ട് ഇവനിങ്ങനെ രോഗം പിടിച്ച് കിടക്കുന്നു എന്നുള്ള കർത്താവ് കണ്ടു. കർത്താവിന് അലിവ് തോന്നി. കർത്താവ് അവൻ്റെ അരികിലേക്ക് ചെന്നു. നിനക്ക് സൗഖ്യമാവും മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി ഹോൾ എന്നാണ് ഇംഗ്ലീഷ്. നിനക്ക് പൂർണ്ണനാകാൻ, ഇതിൻ്റെ രോഗം മാറി പൂർണ്ണതയോടുകൂടി നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് സൗഖ്യമാവും മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറയുകയാണ്, എൻ്റെ കർത്താവേ, എനിക്ക് എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ഞാൻ തനിയെ ചെല്ലുമ്പോഴേക്കും വേറെ ആരെങ്കിലും വെള്ളത്തിൽ കഴിഞ്ഞിരിക്കും. എനിക്ക് ആരുമില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, എനിക്ക് ആരുമില്ല. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഈ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. അതല്ലേ ഇന്ന് പലരുടെ അവസ്ഥ. എനിക്ക് ആരുമില്ല. എൻ്റെ പ്രശ്നം ആർക്കും കാണാൻ പറ്റുന്നില്ല, എൻ്റെ ദുഃഖം ആർക്കും കാണാൻ പറ്റുന്നില്ല. ഭാര്യ പറയുന്നു, ആരുണ്ട് എൻ്റെ പ്രയാസം കാണാൻ? എൻ്റെ മക്കൾക്ക് എൻ്റെ വേദന കാണാൻ പറ്റുന്നില്ല, എൻ്റെ ഭർത്താവിന് മനസ്സിലാകുന്നില്ല, എൻ്റെ അപ്പനമ്മയ്ക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് ചുമക്കുക തന്നെ, ഈ ദുരിതം ഞാൻ ഒറ്റയ്ക്ക് ചുമക്കുക. ഭർത്താവ് പറയും, ഞാൻ എൻ്റെ ഭാര്യയുടെ നല്ല വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും പരിഭവവും കോപവും ഇഷ്ടക്കുറവും തന്നെ, മുഷിച്ചിലും തന്നെ. ഒരു നല്ല വാക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല. ഞാൻ കടത്തിൽ മുങ്ങി വലയുമ്പോൾ ഒരു നല്ല വാക്ക് പറയാനെങ്കിലും എൻ്റെ ഭാര്യ തയ്യാറല്ല. അവൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാപം കൊണ്ട് വന്നതെന്നും എൻ്റെ ബോധമില്ലായ്മ കൊണ്ട് വന്നതാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്. വേണ്ടതുപോലെ നോക്കാത്തതുകൊണ്ടാണ് അവൾ പറയുന്നത്. എനിക്ക് ആരുമില്ല, എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല. ഏകാന്തത. സ്നേഹിതരെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആരുമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ആരുമില്ല എന്ന്. എന്നാൽ വാസ്തവത്തിൽ പറഞ്ഞാൽ അതൊരു മൗഢ്യവുമായിരുന്നു. കാരണം എൻ്റെ അപ്പൻ്റെ സഹോദരന്മാർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നു. ഒന്നിനും കുറവ് വരുത്തിയില്ല. ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. കൃഷികാര്യങ്ങളിലൊക്കെ അവർ അതുപോലെ സഹായിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും, സകല കാര്യങ്ങളിലും. എൻ്റെ അപ്പൻ്റെ ആളുകൾ നല്ല മനുഷ്യരാണ്. അത് അപ്പൻ്റെ ചേട്ടനും അപ്പൻ്റെ അനിയന്മാർ 2 പേരും അവരെല്ലാവരും നല്ല മനുഷ്യരായിരുന്നു. പ്രാർത്ഥിക്കുന്നവരാണ്, വേറെ വേണ്ടാതിനൊന്നുള്ളവരല്ല. സാധാരണ കർഷകർ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, മുടങ്ങുകയില്ല. ആണ്ട് ഉപസാരം നടത്തും, കുർബാന കൊള്ളും. 3 നോമ്പും 25 നോമ്പും 50 നോമ്പും എല്ലാം നോക്കും. നോമ്പിലെ നമസ്കാരങ്ങളെല്ലാം, പ്രത്യേകിച്ചുള്ള നമസ്കാരങ്ങളെല്ലാം ചൊല്ലും, കുമ്പിട്ട് നമസ്കരിക്കും. അങ്ങനെ ഒരു ചിട്ടപ്പെട്ട ജീവിതമുള്ളവരായിരുന്നു എൻ്റെ കുടുംബക്കാരെല്ലാവരും തന്നെ. പക്ഷേ എനിക്ക് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നെ കരുതിയെന്നും എനിക്കറിയാം. പക്ഷേ എന്നാലും അപ്പനില്ലാത്തൊരു വേദന എനിക്കുണ്ടായിരുന്നു. അപ്പനില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നതുപോലെ വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അതുപോലെ വേദനിച്ച് പൊളയുന്നവർ ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ കാണുക. ക്രിസ്തു അരികിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ദയനീയാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആർക്കും നിങ്ങളോട് സഹതാപമില്ലെങ്കിലും
യേശുവിൻ്റെ അരികിലേക്ക് വന്ന് നിങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ യേശുവിൻ്റെ മനസ്സാണ്. യേശുവിൻ്റെ അരികത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഇത്രയും നേരം നാഥ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു യേശുവേ, നീ ഇവിടെ എൻ്റെ അരികത്ത് വന്ന് നിൽപ്പുണ്ടായെന്ന്. എന്നെ താങ്ങാനാണ് നീ വരുന്നത്. എന്നെ കുറ്റം കണ്ടുപിടിക്കാനല്ല നീ വരുന്നത്. എന്നെ ശിക്ഷിക്കാനല്ല നീ വരുന്നത്. എന്നെ സഹായിപ്പാനാണ് നീ വരുന്നത്. എന്നെ രക്ഷിപ്പാനാണ് നീ വരുന്നത്. എനിക്കറിയാം കർത്താവേ, എനിക്ക് മനസ്സിലായി. ഞാൻ ധരിച്ചിരുന്നു നീ എന്നെ ശിക്ഷിക്കുന്നവനാണെന്ന്. ഞാൻ ധരിച്ചിരുന്നു എൻ്റെ പാവത്തിനത്തോടെ എന്നെ ശിക്ഷിക്കുന്നവനാണെന്ന്. അല്ല കർത്താവേ, എനിക്കിപ്പോൾ മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നവനാണ്. എൻ്റെ പാവം ചൂണ്ടിക്കാണിക്കുന്നത് പോലും ഞാൻ നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ളതായ നിൻ്റെ സ്നേഹത്തിൻ്റെ വെമ്പലാണ്. എനിക്ക് മനസ്സിലായി കർത്താവേ, നീ ഇപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അരിയിലേക്ക് നാഥ നീ അടുത്ത് വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, ആത്മീയ ജീവിതത്തിൽ എനിക്ക് താങ്ങും തണലുമായി ആരുമില്ലല്ലോ. ഞാൻ കാര്യം മാനസാന്തരപ്പെട്ടു, ദൈവത്തിന് വേല ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്കൊരു ഒത്താശ തരാൻ ആരുമില്ലല്ലോ, ഒരു കൈത്താങ്ങൽ തരാൻ ആരുമില്ലല്ലോ. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു വന്നു, പക്ഷേ എനിക്കൊരു പിന്തുണ തരാൻ ആരുമില്ലല്ലോ. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾക്ക് പരാതികളുണ്ട്, മനസ്സിൽ ഭാരങ്ങളുണ്ട്. കളയുക. ഒരു നല്ല വാക്ക് പറയാൻ എനിക്ക് ആരുമില്ല. എൻ്റെ വീട്ടിലാരുമില്ല, എൻ്റെ നാട്ടിലാരുമില്ല, എൻ്റെ പള്ളിയിലാരുമില്ല. നല്ല വാക്ക് പറയാൻ ആരുമില്ല. എല്ലാവരും എന്നെ കുറ്റം പറയുന്നേ ഉള്ളൂ. എൻ്റെ വേദന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? വാസ്തവമായി നീ ആഗ്രഹിക്കുന്നുണ്ടോ സൗഖ്യമാകണമെന്ന്? അതോ നീ ഇവിടെ ഈ കുളത്തിൻകരയിൽ കിടന്ന് അവിടെ ഇരിക്കുമ്പോൾ വരുന്നവർ എന്തെങ്കിലും ഭിക്ഷ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നതാണോ നിൻ്റെ പരിപാടി? അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഈ വരുന്നവരെല്ലാം എന്തെങ്കിലും തരുന്നത് കണ്ട് ഭക്ഷിച്ച് അങ്ങനെ ജീവിക്കാൻ അതാണോ നിൻ്റെ ഉദ്ദേശം? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അവൻ പരവശനായി നോക്കി. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഏകാന്തത. എനിക്ക് ആരുമില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? എഴുന്നേൽക്ക്, നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക. കിടക്കയിൽ കിടക്കുന്നതിനാണ് കർത്താവ്. നീ എഴുന്നേൽക്ക്. എന്തൊരത്ഭുതം! അവൻ ചാടി എഴുന്നേറ്റു. 38 കൊല്ലം നിവർന്നു നിൽക്കാൻ കഴിയാത്തവൻ ഇപ്പോൾ ചാടി എഴുന്നേൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 38 കൊല്ലമായി അവൻ കിടന്ന ആ ചെളി പിടിച്ച മുഷിഞ്ഞ കിടക്ക അവൻ എടുത്തുകൊണ്ട് അവൻ നടന്നു. അവൻ നടക്കുകയാണ്. അന്നൊരത്ഭുതം നടന്നു. അവൻ നടക്കുന്നു. അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. അവൻ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് അവനെ എവിടെ വെച്ച് കണ്ടു. പിന്നെയും കർത്താവ് പറഞ്ഞു, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. പാപത്തിൻ്റെ ഫലമായിട്ട് നീ കുഴപ്പം വന്നു. നിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗം വന്നത്. പക്ഷേ ഇനി നീ പാപം ചെയ്താൽ അധികം തിന്മയായത് ഭവിക്കും. അധികം തിന്മയായത് ഇനി കൂടുതൽ ദോഷം നിനക്ക് സംഭവിക്കും. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു ചെറിയ ആലോചന പറയട്ടെ. ചെറിയൊരു ആലോചന. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യം കർത്താവോട് പറയണം. കർത്താവേ, അന്ന് 2000 വർഷം മുമ്പ് അന്ന് ബേഥസ്ദ കുളക്കരയിലേക്ക് ചെന്ന് ആ രോഗിയായ മനുഷ്യന് സൗഖ്യം കൊടുത്ത യേശുവേ, ഞാനിതാ ഇവിടെ രോഗിയായ ഒരാളിരിപ്പുണ്ട്. ഞാനിതാ ഒരാൾ വലഞ്ഞിരിക്കുന്നുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ട്. കർത്താവേ, ഇനി പാവത്തിലേക്കില്ല. പാവം വന്നുപോയി. ശരി കർത്താവേ, വന്നുപോയി. എനിക്ക് തിരുത്താൻ മാർഗ്ഗമില്ലല്ലോ, പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ലല്ലോ. ഇനിയില്ല. ഇനിയുള്ള ജീവിതം യേശുവേ നിനക്കായി ഞാൻ ഇതാ അർപ്പണം ചെയ്യുന്നു. സ്തോത്രം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം ഭാസുരമാകും. നിങ്ങളുടെ ജീവിതം പ്രശോഭിതമാകും. നിങ്ങളുടെ ഭാവി ശോഭനമാകും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. തലമുറയായി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. തലമുറകളായി അനുഗ്രഹം വരും. കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരും. ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരും. ചോസൺ ബൈ ദ ലോർഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, യേശുവിനോട് പറയണം, അത് ധ്യാനിച്ചുകൊണ്ട് പറയണം, കർത്താവേ, ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നാൽ, നാഥ, ഇന്ന് നീ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നാൽ, ഇന്ന് നീ എന്നെ നിൻ്റെ തിരുലാവിനൊഴിയ തിരുരക്തത്താൽ കഴുകി തന്നാൽ മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, ഇന്ന് നീ എന്നെ കഴുകിയാൽ ഞാൻ മുഴുവനായി കഴുകപ്പെടും. എൻ്റെ പാവങ്ങൾ പിന്നെ അവിടെ നിൽക്കുകയില്ല. എല്ലാം പോവും, എല്ലാം തീർന്നു പോകും. അല്ലെങ്കിലോ നിൻ്റെ പുസ്തകത്തിൽ എൻ്റെ പാവങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞാൻ അറിയുന്നു. പാവങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, എല്ലാ പാവവും. ഇന്ന് കർത്താവേ, അതെല്ലാം നീ നിൻ്റെ രക്തത്താൽ മായ്ച്ചു തരികയാണെങ്കിൽ
ഒപ്പം കർത്താവേ, എൻ്റെ ശരീരത്തിലുള്ളതായ രോഗം നീ മാറ്റി തരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു വിശുദ്ധ പൈതലായിരിക്കും. ദൈവത്തിന് വേണ്ടി നാം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം, ഒരു ഭാഗം കൂടി വായിക്കാം. 30-ാം അധ്യായം, ഇയ്യോബ് 30-26-31 വരെ. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. എൻ്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു. എൻ്റെ കുടൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു. വെയിൽ കൊണ്ടല്ല താനും. വെയിൽ കൊണ്ടല്ല ഞാൻ കറുത്തുപോയത്, രോഗം കൊണ്ടാണ് ഞാൻ കറുത്തവനായി നടക്കുന്നു. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും. രാത്രി ഓളിയിട്ടുകൊണ്ടിരിക്കുന്നതായ കുറുക്കന്മാരെ പോലെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറുക്കന്മാർക്ക് സഹോദരനായി തീർന്നിരിക്കുന്നു. ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. രാത്രി ഒട്ടകപ്പക്ഷികൾ ചലയ്ക്കുന്നത് പോലെ ഞാൻ കൂട്ടാളിയായി ഞാനും ചലച്ചുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. അയ്യോ, എൻ്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞ് നിലത്ത് വീണുകൊണ്ടിരിക്കുന്നു. എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എൻ്റെ കിന്നരനാദം വിലാപമായും. ഞാൻ മുമ്പ് പാട്ടൊക്കെ പാടിയിരുന്നു, കിന്നരനാദം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിലാപമായി പോയി. വിലാപം കരച്ചിലേ ഉള്ളൂ, അല്ലാതെ പാട്ടില്ല, കരച്ചിലായി തീർന്നു. എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. കുഴലൂത്ത് കരച്ചിലായി തീർന്നിരിക്കുന്നു. പാവം ഇയ്യോബ് വരഞ്ഞു. ഏകാന്തത. ഇയ്യോബ് ഈ കഠിനമായ വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ ഭാര്യ അടുക്കലേക്ക് വന്നു. പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ ഇനി ഈ ഭക്തിയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്ത് കാര്യം ഈ ഭക്തി കൊണ്ട് വല്ല ഗുണം കിട്ടിയോ? ദൈവഭക്തിയോടിരുന്നുകൊണ്ട് ദോഷമല്ലേ വന്നുള്ളൂ? ദൈവം അങ്ങനെ സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ ഈ രോഗം വരാതെ നോക്കൂല്ലേ? ഇത്രയും നഷ്ടം വരാതെ നോക്കില്ലേ? മക്കൾ 10 പോയില്ലേ? ഭാര്യ അല്പം പരിഭവത്തോടെ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ത്യജിച്ച് കളയുക, എന്നിട്ട് മരിക്കുക, ആത്മഹത്യ ചെയ്യുക. എന്തൊരു കഷ്ടം. ആ സ്ത്രീ പറയുകയാണ്, ദൈവത്തെ ത്യജിച്ച് കളയുക, ഒരു ആത്മഹത്യ ചെയ്യുക, മരിച്ചു കളയുക, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിക്കാൻ. ഇത്രയുള്ള ബോധമേ ആ സ്ത്രീയുള്ളൂ. യോബ് ദയനീയമായി അവളെ നോക്കി. യോബിന് സങ്കടമുണ്ട് അവളിങ്ങനെ പറഞ്ഞതിൽ. വിശ്വാസം പോയി, അവളുടെ വിശ്വാസം പോയി. ഭാര്യ കൂടെ നിന്നവളാണ്, ദുഃഖത്തിലും സുഖത്തിലും കൂടെ നിൽക്കേണ്ടവളാണ്. പക്ഷേ ദുഃഖം വന്നപ്പോൾ അവൾ പതറി, അവൾ മാറിപ്പോയി. വേലക്കാർ ഇയ്യോബിൻ്റെ മുറിയുടെ അടുക്കുകയില്ല. അവരടുക്ക പരിങ്ങി മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ടേ വരുള്ളൂ. കാരണം ദുർഗന്ധം, ശരീരം ദുർഗന്ധം വരുന്നത്. ഇയ്യോബ് ഇതൊക്കെ ആയപ്പോഴും വലഞ്ഞു പോയില്ലേ, വിഷമിച്ചു പോയി. അപ്പോൾ ഇയ്യോബിന് പിന്നെ ഒരു ആശയമുണ്ട്. ആശയം എന്താണെന്നറിയാമോ? എൻ്റെ കൂട്ടായ്മയിൽ 3 സഹോദരന്മാരുണ്ട്, ആത്മീയ കൂട്ടുകാർ, ആത്മീയ സഹോദരന്മാർ. ആത്മീയമായിട്ട് അവർ തേമാനായ എലീഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ, 3 പേര്. അവരൊന്നും വന്നിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ആശ്വാസമാകുമായിരുന്നു. അവരാരും വരുന്നില്ലല്ലോ, ഇതൊന്നും കേട്ടില്ലായിരിക്കും അവർ. യോബ് നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലെങ്കിലേക്ക് നോക്കും, വരുന്നുണ്ടോ? ഇല്ല, ആരും വരുന്നില്ല. ഈ കൂട്ടുകാർ വരുന്നില്ല, കൂട്ടായ്മക്കാർ വരുന്നില്ല. വിഷമിക്കുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് അതുവരെയും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരുമിച്ച് സുവിശേഷ യാത്ര ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവർ വരുന്നുണ്ട്. അവർ വളരെ മ്ലാനോദരനായി യോബിൻ്റെ കാര്യത്തിൽ സങ്കടം കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് അവർ മിണ്ടാതിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ദേ വർ സൈലൻറ്റ് ഫോർ 7 days. 7 ദിവസത്തേക്ക് മൗനമായിരുന്നു. വന്നിരുന്നു, പക്ഷേ ദേ വർ സൈലൻറ്റ്. അവർ മിണ്ടിയില്ല. ഭാര്യ മിണ്ടരുതാത്തത് മിണ്ടി, സ്നേഹിതർ മിണ്ടേണ്ടത് മിണ്ടിയില്ല. രണ്ടും തെറ്റാ, രണ്ടും അപകടം. ആരുമില്ല, തുണയ്ക്കാൻ ആരുമില്ല. ഏകാന്തത അസഹ്യതയിൽ യോബ് വലഞ്ഞു. യോബ് വിഷമിച്ചു പോയി. യോബ് ഇടയ്ക്ക് ദൈവവിശ്വാസത്തോട് പറയും, എൻ്റെ സാക്ഷി ഉയരത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്, എനിക്ക് സാക്ഷിയായിട്ട് ദൈവമുണ്ട്, എനിക്ക് എന്നെ സഹായിക്കാൻ ദൈവമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പിന്നെ യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തി തുടങ്ങി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ദൈവം എന്താ ഇത് കാണാത്തത്? ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ കാണിച്ചു തരാമായിരുന്നല്ലോ, ഞാൻ തിരുത്താമായിരുന്നല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എനിക്കിങ്ങനെ കഷ്ടത തന്നത്? യോബ് ഏകാന്തത്തിൽ നിന്ന് കരയുകയാണ്. ദൈവം എൻ്റെ കാര്യം നോക്കാത്തത് എന്താണ്? ഞാൻ ഭക്തനായിരുന്നല്ലോ, ഞാൻ ദൈവദാസനായിരുന്നല്ലോ, എൻ്റെ കാര്യം ദൈവം എന്താ നോക്കാത്തത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലരെ കൂട്ടായ്മ വരുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, ദൈവവേല ചെയ്യുന്നവരാണ്. പക്ഷേ എനിക്കെന്തെങ്ങനെ വന്നത് നിങ്ങൾക്ക് ചോദ്യം വരാറുണ്ടോ? എനിക്കെന്തെങ്ങനെ വന്നത്? ഇത്രയൊക്കെ ദൈവവേല ചെയ്തിട്ട് എനിക്കെന്തെങ്ങനെ വന്നത്? ദൈവത്തിന് സ്തോത്രം. ലോകമനുഷ്യരും നമ്മളെ കളിയാക്കും. ലോകമനുഷ്യർ പറയും, ഞാൻ ഒരിക്കലെങ്കിൽ ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി.
ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ലോറിയായിട്ട് കൂട്ടിമുട്ടി. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞതാണ് കേട്ടത്, ഇത്ര വലിയ ഭക്തിയായിട്ട് നടന്നിട്ട് എന്താ ഇത്ര ആപത്ത് വന്നതെന്ന്, ഇത്രയും വലിയ ഭക്തിയായിട്ട് നടന്നിട്ട് എന്താ ഇത്ര ആപത്ത് വന്നത് എന്ന് പറഞ്ഞാൽ, അന്ന് അവിടെ നാട്ടിലൊക്കെ ഡെഡ് ബോഡി തിരിച്ചു വരുന്ന കാത്തിരുന്ന് പറയുന്നത്. കാരണം അത്ര ഭയങ്കരമായൊരു അപകടമായിരുന്നൊക്കെയാണ് പറയുന്നത്. 1.5 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഏതായാലും ഭാഗ്യവശാൽ ഇന്ന് രക്ഷപ്പെട്ടു പോന്നു. എന്നാൽ ആളുകൾ പരിഹസിച്ചു, നിന്ദിച്ചു. ഇത്ര വലിയ ഭക്തിയായിട്ട് നടന്നിട്ട് എന്ത് പറ്റി, എന്താ ദൈവം നോക്കാത്തത്? ദൈവത്തെയും ദുഷിക്കുന്നു, ദൈവദാസനെയും ദുഷിക്കുന്നു, അതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം ഇയ്യോബിൻ്റെ ഉള്ളിലും ദൂഷണം വന്നുപോയി. ദൈവം എന്നോട് കരുണ കാണിക്കാത്തത് എന്താണ്? ഇയ്യോബിന് പരിഭവം വന്നു. എന്നാൽ ദൈവം ഇയ്യോബിനോട് ഇടപെട്ടു. പരിഭവം വന്ന് ഇയ്യോബ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 42-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം എടുക്കും. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നു ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി, ഞാൻ ദുഷിച്ചു പോയി, ഞാൻ പരിഭവിച്ചു പോയി, ദൈവം എൻ്റെ കാര്യം നോക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം കർത്താവേ. എനിക്ക് കർത്താവേ അറിവില്ലായ്മയിൽ ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നവരാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ആ ജീവിതത്തിൻ്റെ മഹാരഹസ്യങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആപത്ത് വന്നത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അത് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. ഞാൻ സൃഷ്ടിയല്ലേ, അവൾ സൃഷ്ടാവല്ലേ. സൃഷ്ടാവിന് ഞാൻ ചോദ്യം ചെയ്യുന്നത് എത്രയോ അബദ്ധമാണ്. എനിക്ക് അറിഞ്ഞുകൂടാതെ, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് 5-ാം വാക്യം, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. എനിക്ക് വാസ്തവമായി ഞാൻ വലിയ ഭക്തനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും, ദൈവഭക്തനാണെന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് സാക്ഷാൽ ദൈവത്തെ അറിയാൻ പാടില്ലായിരുന്നു. നിന്നെക്കുറിച്ച് കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവമാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ യാതനകളുടെയും വേദനകളുടെയും മധ്യത്തിൽ ഇയ്യോബിന് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോയി. ദൈവം തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ട് ഇയ്യോബ് വലഞ്ഞു. ഇയ്യോബ് ഇപ്പോൾ ഏറ്റു പറയുകയാണ്, കർത്താവേ, തിരിച്ചറിഞ്ഞുകൂടാതെ വണ്ണം ഞാൻ ഒന്നും അറിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. സത്യമായി ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അടുത്ത വാക്യം, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. നോക്കൂ, ദൈവഭക്തനായ ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്യുകയും ദൈവത്തോട് പരിഭവിക്കുകയും ചെയ്ത ഇയ്യോബ് പറയുകയാണ്, ഞാനിപ്പോൾ എന്നെ തന്നെ വെറുക്കുന്നു. എനിക്ക് അനുതാപത്തോട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു, രട്ടിലും വെണ്ണീരിലും കിടന്ന് അനുദപിക്കുന്നു. കർത്താവേ, ക്ഷമിക്കണമേ. ഇയ്യോബ് പ്രാർത്ഥിച്ചു. അടുത്ത പ്രാർത്ഥന എന്തുണ്ടായി? അതിന് ഫലം എന്താണ്? നമുക്ക് വായിക്കാം. 9-ാം വാക്യം, അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. തന്നെ കണ്ടപ്പോൾ, ഇതുവരെയും പറഞ്ഞിരുന്ന പോലെയല്ല, തന്നെ കണ്ടപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ കാണണം. ഞാൻ എന്തുള്ളൂ എന്ന് കാണണം, ഞാൻ ഏതുമില്ല എന്ന് കാണണം, ഞാൻ അല്പപ്രാണിയാണെന്ന് കാണണം. കർത്താവേ, എനിക്കൊരു കഴിവുമില്ല എന്ന് കാണണം. എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല എന്ന് പറയണം. വെറുതെ ഭംഗിയാക്കി പറഞ്ഞാൽ പോരാ, ഭംഗിവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ളത്തിൽ ഞാൻ തന്നെ അറിയണം, ഞാൻ ഏതുമില്ലാത്തവനാണ്, ഞാൻ അല്പപ്രാണിയാണ്, സ്വന്തമായി പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തവനാണ്, ഞാനൊന്ന് ഊതിയാൽ പറന്നു പോകാനേ ഉള്ളൂ. കർത്താവേ, ഞാൻ നിസ്സാരനാണ്, ഞാൻ ബലഹീന മനുഷ്യനാണ്. പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുതപിച്ചു. ഇയ്യോബിന് സാക്ഷാത്തായി ദൈവം ആരാണെന്ന് കാണാനുള്ളൊരു അവസരമാണ് ദൈവം കൊടുത്തത്. ദൈവം ആരാണെന്ന് കാണാൻ. ദൈവത്തിന് സ്തോത്രം. പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുദപിക്കാൻ കർത്താവ് കാത്തിരുന്നു. അവൻ ഇയ്യോബ് അനുദപിച്ചു. ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടി. നഷ്ടപ്പെട്ടതെല്ലാം എല്ലാം മടക്കി കിട്ടി. 12-ാം വാക്യം, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. പിൽക്കാലം മുൻകാലത്തേക്കാൾ അനുഗ്രഹമാക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില യാതനകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. സാരമില്ല. ഇനിയൊരു നല്ല കാലം വരാൻ പോകുന്നു, ശോഭനമായ കാലം വരാൻ പോകുന്നു. നിങ്ങൾ തന്നെ കണ്ട് അനുദപിക്കുക. ജീവിതത്തിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക.
ആരോടും അകൽച്ചയായിട്ടിരിക്കരുത്. എല്ലാവരെയും ബഹുമാനിച്ചു കൊള്ളണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കൊള്ളണം. ആരുടെയും കുറ്റം കാണരുത്. ഒരു സഭയുമല്ല, ഒരു കൂട്ടായ്മയല്ല, വേറെ ആരെയെക്കുറിച്ചൊന്നും പറയരുത്. നമുക്ക് ആകെ പറയാനുള്ളത് ഈ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം. അനുതാപം വരട്ടെ, പശ്ചാത്താപം വരട്ടെ, വന്നുപോയി പാവത്തെ ഓർത്തുള്ള അനുതാപം വരട്ടെ. എൻ്റെ കർത്താവേ, എനിക്ക് മറ്റാരെയെക്കുറിച്ച് നോക്കാൻ എനിക്ക് അവകാശമില്ല, ആരെയും വിധിക്കാൻ എനിക്ക് അവകാശമില്ല. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു, കുരിശിന് ചുവട്ടിൽ ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ ഏകാന്തത. എന്നാൽ ഒന്നുകൂടി ഉണ്ടല്ലോ, കുരിശിലെ ഏകാന്തത. യേശു ക്രിസ്തു ഏകാഗിയായി കുരിശുമേൽ കിടന്നു. സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, സഹായിപ്പാൻ ആരെയും കണ്ടില്ല. പകച്ചു നോക്കി, എങ്കിലും സഹായിപ്പാൻ ആരെയും കണ്ടില്ല. പരിഭ്രമത്തോടെ നോക്കി, ആരെയും കണ്ടില്ല. യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നപ്പോൾ അവിടെ സഹായിപ്പാൻ ആരുമില്ല. താഴെ കുരിശിൻ്റെ ചുവട്ടടിയിൽ കന്യമറിയാമുണ്ട്, ഏതാനും യെരൂശലേം പുത്രിമാരുണ്ട്, യോഹന്നാൻ സ്ലീഹായുമുണ്ട്. മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. 18 കൊല്ലം കൂന് ബാധിച്ചിരുന്ന സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുത്തതാണ്, അവളെ എവിടെയും കാണുന്നില്ല. 32 കൊല്ലം തളവാദ രോഗിയായി കിടന്നവനെ അവിടെ കാണുന്നില്ല. 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുത്താണ്, അവളെയും കാണുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസർ, അവനെയും കാണുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു വിധവയുടെ പുത്രനുണ്ട്, അവനെയും കാണുന്നില്ല. യായിറോസിനെ അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവളെയും കാണുന്നില്ല. അയ്യോ യേശുവിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും വന്നില്ല. അയ്യോ യേശുവിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല. ആരും തുണയില്ലാതെ അമ്പരപ്പോൾ ഏകാഗിയായി യേശു കുരിശിന്മേൽ കിടന്നു. നോക്കിയപ്പോൾ അവസാനം മുകളിലേക്ക് നോക്കിയപ്പോൾ പിതാവിനെയും കാണുന്നില്ല. എല്ലാവരും കൈവിട്ടു. മനുഷ്യജാതിയുടെ പാവം മുഴുവൻ യേശുവിൻ്റെ തലമേലായി. മനുഷ്യജാതിയുടെ പാവം മുഴുവൻ, എൻ്റെയും നിങ്ങളുടെയും പാവം മുഴുവൻ യേശു തലമേലായി. ഉടയമ്പുരാന് പാവത്തിലേക്ക് നോക്കാൻ സാധ്യമല്ല. പാവത്തിൻ്റെ അഴുക്കുകെട്ട് ചുവന്നുകൊണ്ട് ഏതാ പുത്രനമ്പുരാൻ കുരിശിൽ കിടന്ന് പിടയുന്നു. മനുഷ്യൻ്റെ പാവമാണ് വഹിച്ചത്, അവൻ പാവം ചെയ്തിട്ടല്ല. യേശു ക്രിസ്തു പാവമില്ലാത്തവനാണല്ലോ. അവൻ പാവം ചെയ്തിട്ടല്ല, നമ്മുടെ എല്ലാം പാവം മുഴുവൻ അവൻ ചുമലിലേറ്റി, എല്ലാം ഏറ്റു. നമ്മളെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പാവം ക്രിസ്തു ശരീരത്തിന്മേൽ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിതാവിനെ നോക്കി, പിതാവിനെ കാണുന്നില്ല. കാർമേഘം പോലെ പാവം ഇങ്ങനെ മൂടി നിൽക്കുന്നു. അപ്പോഴാണ് കൂരിട്ടുണ്ടായത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് കരഞ്ഞു. ദൈവം പോലും കൈവിട്ടു. നോക്കൂ, ദൈവം കൈവിട്ടതല്ല, പാവം ചുമന്നുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തെ അങ്ങോട്ട് നോക്കാൻ വയ്യാത്തതാണ്. സ്തോത്രം. ഇങ്ങനെ നമുക്ക് വേണ്ടി പാവമേറ്റ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമോ? ആ യേശുവിൻ്റെ കുരിശിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? സ്നേഹിത, നിൻ്റെ പാവം മുഴുവൻ യേശു വഹിച്ചുവെന്ന് നിനക്ക് വിശ്വസിക്കാമോ? പ്രിയമകളെ, നിൻ്റെ പാവം മുഴുവൻ യേശു വഹിച്ചെന്ന് വിശ്വസിക്കാമോ? നിൻ്റെ ക്രൂരത, നിൻ്റെ കഠിന ഹൃദയം, നിൻ്റെ അശുദ്ധമായ ജീവിതം, നിൻ്റെ അസത്യങ്ങൾ, അവിശ്വസ്തതകൾ, യൗവനക്കാരായ നിൻ്റെ ജീവിതത്തിലെ അശുദ്ധികൾ, നിൻ്റെ ദുശ്ശീലങ്ങൾ, മദ്യപാനാസക്തി എന്ന് വേണ്ട അരുതാത്തതായ കാര്യങ്ങൾ, ഇതെല്ലാം യേശു വഹിച്ചു. വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെ വിശ്വസിക്കാമെന്നറിയാമോ? എല്ലാം എന്നേക്കുമായി ഞാൻ വിട്ടു എന്ന് നിങ്ങൾക്ക് തീരുമാനം വരണം. അപ്പോൾ വിശ്വസിക്കാം. എല്ലാം വിട്ടു. ഇനി പാവം എന്നു പേരുള്ള ഒരു കണിക പോലും ഈ ഉള്ളവൻ്റെ തലമേലുണ്ടായിരിക്കുകയില്ല. പാപത്തിൻ്റെ ഒരു ചെറിയ തുള്ളി പോലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. പാപത്തിൻ്റെ പരമാണു പോലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ ഏകാന്തത മാറും. സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. യേശു ക്രിസ്തു നിങ്ങളുടെ നാഥനായി എഴുന്നള്ളി വരും. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ, ഇത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലെ ആശ. യേശു ക്രിസ്തു സന്തോഷത്തോടെ എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. യേശു ക്രിസ്തു സന്തോഷത്തോടെ, യേശു ക്രിസ്തു സമാധാനത്തോടെ, ആശ്വാസത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കണം. യേശു ക്രിസ്തു വീർപ്പ് മുട്ടിയോടെ ഇരിക്കരുത്, ശ്വാസം മുട്ടിയോടെ ഇരിക്കരുത്. എൻ്റെ പാപങ്ങൾ മൂലം യേശു ശ്വാസം മുട്ടാണ്ട് വരരുത്. യേശു സന്തോഷത്തോടെ ഇവിടെ സിംഹാസനം ഇട്ടിരിക്കണം. ഇതാണ് എൻ്റെ ആശ. നിങ്ങളുടെ ഈ ആശ അതായിരിക്കട്ടെ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. യേശു നിങ്ങളുടെ നാഥനായി നിങ്ങളെ ഭരിക്കട്ടെ. യേശു നിങ്ങളുടെ ജീവിത വഴികളെല്ലാം ചൊവ്വാക്കി തീർക്കട്ടെ. നേർപ്പാതയിൽ കൂടി നിങ്ങൾ നടത്തട്ടെ. മരണത്തിൻ്റെ തണുത്ത കൈകൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയില്ല. മരിച്ചാലും പേടിക്കാനില്ല. യേശു ക്രിസ്തു എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ള വിശ്വാസം. കാരണം ഞാൻ യേശുവിൻ്റെ വിശുദ്ധനായി തീർന്നു. യേശുവിൻ്റെ പാവങ്ങളെ കഴിയുന്നുള്ള വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാം. യേശുവിൻ്റെ അരികത്തിലൂടെ നടക്കുന്നുണ്ട്. അറിയാമോ? യേശുവിൻ്റെ അരികത്തിലൂടെ നടക്കുന്നുണ്ട്. സ്തോത്രം. വിട്ടുകൊടുക്കാമോ നിങ്ങൾക്ക്? കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. പറയാമോ നിങ്ങൾക്ക്? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ കർത്താവേ, നേടിയതൊന്നും നേടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പരാജയം തന്നെ. എന്നാൽ ഇന്നു മുതൽ ഞാൻ ജയാളിയായി ജീവിക്കും, പാവമില്ലാത്ത ജീവിതം നയിക്കും. പറയാമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ,
ഇന്ന് നിങ്ങൾ കർത്താവോട് വാക്ക് പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാവങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ, ഒന്ന് പോയതെല്ലാം ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ പറയാനൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റു പറയാം. ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏറ്റു പറയാം. വിശ്വാസം ഉണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റു പറയാം. യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റു പറയാം. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ യേശുവേ, രക്തത്താലിനെ കഴുകണമേ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ പാപം തൊടാതെ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ എന്നെ തീരുമാനം അറിയിക്കുന്നു. എന്നോട് മനസ്സലിയണമേ. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിച്ചവരുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാസ്തവമായി തീരുമാനമുണ്ടെങ്കിൽ മാത്രം കരം ഉയർത്തിയാൽ മതി. വെറുതെ ഭാവിച്ച് കരം ഉയർത്തേണ്ട ആവശ്യമില്ല. വാസ്തവമായി നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇന്നു മുതൽ പുതിയ ജീവിതം തീരുമാനമുണ്ടെങ്കിൽ കരങ്ങൾ നിങ്ങൾക്ക് ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ പ്രിയ മക്കൾ ഉയർത്തി കൈകളെ അവിടെ നിന്ന് കാണുന്നുവല്ലപ്പാ. അവിടെ നീ കൈകൾ ചേർത്ത് പിടിക്കണമേ കർത്താവേ. തിരക്തം പുരട്ടണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. നിത്യജീവന് വേണ്ടിയുള്ളതായി മുദ്ര ഏൽപ്പിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണമേ കർത്താവേ. എല്ലാവരെയും വിശുദ്ധജനമായി ഉണർന്നെഴുത്തുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിരയിപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറവയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.